ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കാപ്രിക്കോൺ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൃത. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഒരുപാട് നാളുകളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 months എങ്കിലും ആയി കാണും കേട്ടോ. ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കൂടുതലും ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. വർക്കൊക്കെ നല്ല ഹെക്റ്റിക്കാണ്. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും അധികം പോസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഷോർട്സ് ഒക്കെ ഞാൻ പരമാവധി പറ്റുന്നത് പോലെയൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു ഓണം ജ്വല്ലറി കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എത്ര എണ്ണമാണെന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ. 1 2 3 4 5 7 ജ്വല്ലറി കളക്ഷൻസ് ആണ്. ഓണത്തിന് നമുക്ക് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള 7 ജ്വല്ലറി കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അഫോർഡബിൾ റേറ്റിലാണ് എല്ലാം. എനിക്ക് തോന്നുന്നു ഒരെണ്ണം മാത്രം 300 എബോവ് ഉണ്ട്, ബാക്കി എല്ലാം 300 ബിലോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല 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 ഹാൻഡ് പിക്ക് ചെയ്തിട്ട് എടുക്കുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള ജ്വല്ലറീസ് ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. ഇത്രയും ബോക്സസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചു നോക്കിയായിരുന്നു. കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചയക്കേണ്ടത് കൊണ്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡാമേജ് ഒന്നുമില്ല. എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ചെയിൻ വന്നിട്ട് ഒരു ഇൻവിസിബിൾ ത്രെഡിൽ വന്നിട്ടുള്ള കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതൊരു ലോട്ടസിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു ലോക്കറ്റ് മാത്രമാണ് ഈ ചെയിനിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കമ്മലും വരുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. സ്ക്രീൻഷോട്ടിൽ ആക്ച്വലി ഈ ഒരു കമ്മൽ, അതായത് ഈ സ്റ്റഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയതിൽ ഈ ഒരു ജുമുക്കയും കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ വാങ്ങിച്ച പ്രൈസ് വന്നിട്ട് 159 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ വെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചെയിനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. ഇതിൽ ലക്ഷ്മി ദേവി, എലിഫന്റ്, പിന്നെ ഒരു മാങ്ങാമലയുടെ ഡിസൈനാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഗ്രീനും റെഡും സ്റ്റോൺസ് ആണ് വരുന്നത്. ചെയിൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്കൊരു നെക്ക് പീസായിട്ട്, സ്റ്റേറ്റ്മെൻറ്റ് പീസൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള റേറ്റ് ഇതിൻ്റെ 204 രൂപയാണ്. ആ പ്രൈസിന് ഇത് വെർത്തായിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് വെള്ളമൊന്നും കൊള്ളിക്കാൻ പാടില്ല കേട്ടോ. കാരണം അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് നല്ലോണം നമ്മൾ നല്ലോണം ഉപയോഗിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ എടുത്ത് വെച്ചൊക്കെ പെട്ടിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ ലോങ് ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗോൾഡ് ആൻറ്റിക് ഗോൾഡിലല്ല വരുന്നത്. ഒരു ചെറിയൊരു നമ്മുടെ ഗോൾഡ് ഇല്ലേ, ഒറിജിനൽ ഗോൾഡ്, ആ ഒരു കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പീസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ജുംക്കയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ജുംക്ക കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അതിൽ വന്നിരിക്കുന്ന സ്റ്റോൺ വന്നിട്ട് റെഡ് കളറാണ്. റെഡ് കളർ സ്റ്റോൺ ആണ് ഇതിൻ്റെ ജുംക്ക. അപ്പോൾ ഇതും അടിപൊളിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, പൈസക്കൊക്കെ വേർത്തായിട്ടുള്ള സംഭവമാണ്. ഇത് കെട്ട് പണഞ്ഞു പോയി കണ്ടോ. ഇതാണ് കേട്ടോ ആ സെറ്റ് വന്നിട്ട്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കൂ, നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഇപ്പോൾ സാരിയുടെ ഒക്കെ കൂടെ ഈ ഒരു പീസ് മാത്രം മതി. അതേപോലെ കല്യാണങ്ങൾക്കൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരെണ്ണം മതി, നല്ല ഹെവിയാണ്. അങ്ങനെ ഹെവി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് നോക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതൊരു ആൻറ്റിക് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഗോൾഡ്, നമ്മുടെ പളപള തിളങ്ങുന്ന ഗോൾഡ്, ആ ഒരു ഷെയ്ഡല്ല, ഒരു ആൻറ്റിക് ഷെയ്ഡാണ്. ഞാൻ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട്സ് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള റേറ്റ്
380 റുപ്പീസാണ്. ഇപ്പോൾ ഫ്രീഡം സെയിൽ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ റേറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരുന്നേക്കാം. കുറയാനാണ് ചാൻസ്, പക്ഷെ എന്നാലും ഞാൻ വാങ്ങിക്കുമ്പോഴുള്ള റേറ്റ് 380 റുപ്പീസാണ്. അതിനത് വേർത്താണ്. ഇതിൻ്റെ കൂടെ 2 ജുമുക്കയും കൂടി വരുന്നുണ്ട് കേട്ടോ. ജുമുക്ക എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ, എന്ത് രസമാണെന്ന് നോക്കൂ. ജുമുക്കയും ഈ ഒരു മാലയും കൂടി ഇട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് എനിക്ക് ഈ വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ജ്വല്ലറിയാണ് കേട്ടോ ഇത്. നോക്കൂ, ഇതിൻ്റെ ഭംഗി നോക്കൂ. ഇത് നമുക്ക് ധാവണിയുടെ ഒക്കെ കൂടെ കൊടുത്താൽ, ധാവണി സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. ഇത് അടിപൊളി ഒരു നെക്ക് പീസാണ്, കണ്ടോ, നല്ല രസമല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ ഒരു കമ്മലും വരുന്നുണ്ട്. നിങ്ങൾക്ക് ജുംക്ക ഇഷ്ടമല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്മൽ ഇടാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് പൈസക്ക് വേർത്തായിട്ടുള്ളൊരു ഒരു ഐറ്റമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 339 റുപ്പീസ് ആയിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ. അതിനിത് എന്തായാലും വേർത്താണ്. നമുക്ക് കുട്ടികൾക്കായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അത്ര വലിയ നമ്മുടെ വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ കമ്മൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, മാല കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കമ്മൽ വരുന്നത് ജുംക്കയല്ല, ആ ലോക്കറ്റ് ഉണ്ടല്ലോ, ആ ലോക്കറ്റിൻ്റെ സെയിം ഡിസൈനിലാണ് കമ്മൽ വരുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റം. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ധാവണിയുടെ ഒക്കെ കൂടെയാണെന്ന് തോന്നുന്നു കൂടുതലും മാച്ച് ആവുക. പക്ഷെ അല്ലാന്നുണ്ടെങ്കിലും സെറ്റ് സാരി ആയാലും സെറ്റ് മുണ്ടൊക്കെ ആയാലും ഇത് അടിപൊളി ഒരു പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ജ്വല്ലറി പീസാണ്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ പ്രത്യേകത നോക്കൂ കേട്ടോ. ഇതിൻ്റെ സ്റ്റോൺ ഡീറ്റെയിൽസും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പേൾ ഡീറ്റെയിൽസും വരുന്നതുകൊണ്ടാണ് കേട്ടോ അതിന് ഇത്രയും ഭംഗി വരുന്നത്. ഇതിൻ്റെ കമ്മലായാലും അടിപൊളി, എനിക്കൊന്നും പറയാനില്ല. മസ്റ്റ് ബൈ ആണ്. ഓക്കെ, നെക്സ്റ്റ് ജ്വല്ലറിയുടെ കമ്മൽ ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഒരു വെറൈറ്റി കമ്മലാണ്, നോക്കൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു മയിലിൻ്റെ ഡിസൈൻ വന്നിട്ട് സ്റ്റോൺ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു കമ്മലാണ്. ഇതിൻ്റെ ചെയിനും ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ, അതായത് ചെറിയ കുട്ടികൾക്കല്ല, അത്യാവശ്യം ഒരു 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഭംഗി ഉണ്ടാവും ഇടുമ്പോൾ. ഇതിൻ്റെ ചെയിൻ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ കാണുന്നുണ്ടോ? ഇത് ഏത് ലോഡാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ, സോറി. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ്. ഇതിൽ കുറച്ച് പേൾ ഡീറ്റെയിലിങ്ങും അതേപോലെ ആ മയിലിൻ്റെ കമ്മലുള്ള സെയിം മയിലിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് ലോക്കറ്റ് ഇത് ഈ ചെയിനിൽ. അത് ഇതിന് നല്ല ഭംഗി കൊടുക്കുന്നുമുണ്ട്. ഇതൊരു ആൻറ്റിക് ഷെയ്ഡാണ്, ഗോൾഡ് ഷെയ്ഡല്ല. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള വില 287 റുപ്പീസാണ്. അത് നല്ല ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ. ഇത് അടിപൊളി ഒരു ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ജ്വല്ലറി. നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു സെറ്റിൽ തന്നെ 2 എണ്ണം കൂടി വരുന്ന ഒരു പീസാണ്. അതിൽ ആദ്യത്തേത് വന്നിട്ട് ഇങ്ങനെ ഒരു നെക്ലസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കാണുന്ന പോലെയല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മറ്റേ എന്താ പറയുക, ഒട്ടും വെയിറ്റ് ഇല്ല ഇതിന്. ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വന്നേക്കുന്ന മാല എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കളർ ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, പെയർ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ഇതാണ് അതിൻ്റെ സൈഡിൽ പെയർ ചെയ്യാൻ വന്നേക്കുന്ന മാല. അതിൻ്റെ കൂടെ ഈ ഒരു ജിമുക്ക, അതാ കുഞ്ഞ് ജിമുക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു ഈ മാലയ്ക്കും ഒരു സ്റ്റഡ് കമ്മൽ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കമ്മല്. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഇട്ടാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇതാണ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള റേറ്റ് വന്നിട്ട് 287 റുപ്പീസാണ്. സോറി, 230 റുപ്പീസാണ് കേട്ടോ. 287 അല്ല, 230 റുപ്പീസാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇതും ഈ ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസാണ് കേട്ടോ ഇത്. ഇതും ഒരു ലോട്ടസ് ചെയിൻ ആണ്. ഇത് ഇൻവിസിബിൾ ചെയിൻ അല്ല, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെയിനാണ്. ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ലോട്ടസിൻ്റെ അറ്റത്ത് കുറച്ച് ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മാലയായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലോക്കറ്റിൻ്റെ അതേ കമ്മലും വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വാങ്ങിക്കുമ്പോഴുള്ള ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 217 റുപ്പീസാണ് കേട്ടോ. 217 റുപ്പീസാണ്. അതിന് ഇത് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം റീയൂസൊക്കെ ചെയ്ത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ കമ്മൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ഇങ്ങനെ പളപള തിളങ്ങുന്ന ഗോൾഡ് ഒന്നുമില്ല. അത് ക്യാമറയിൽ അത് എന്തോരം ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഒട്ടും ഇങ്ങനെ പളപള തിളങ്ങുന്ന ഗോൾഡ് ഒന്നുമല്ല. ആൻറ്റിക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഗോൾഡ്, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമുക്ക് ഓണത്തിൻ്റെ സമയത്തും അത് കഴിഞ്ഞിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. പിന്നെ എനിക്ക് ഇത്തവണ എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ജ്വല്ലറീസും എനിക്ക് ഇതേപോലത്തെ പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല പാക്കേജിങ് ആണ്, ഒന്നും ഡാമേജ്ഡ് അല്ലായിരുന്നു. അതെനിക്ക് എടുത്ത് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. എല്ലാം നല്ല പക്ക പാക്കേജിങ് ആയിരുന്നു, ഒന്നും ഡാമേജ്ഡ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ജ്വല്ലറീസ് നമ്മൾക്ക് ഒരുപാട് കാലം റീയൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റഫ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് വെള്ളം നനയ്ക്കുക, അതേപോലെ ഡെയിലി യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഇതിനൊന്നും പറ്റിയിട്ടുള്ള ജ്വല്ലറീസ് അല്ല. അപ്പോൾ ഇത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചതിന് ശേഷം ഇതേ പെട്ടിയിൽ തന്നെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാതെ, അതല്ല നിങ്ങൾക്ക് ജ്വല്ലറി ഓർഗനൈസർ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ ജ്വല്ലറിയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചെറിയ ചെറിയ ബ്രേക്കൊക്കെ ഉണ്ടാകും, കാരണം എനിക്ക് വർക്കും അതിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് അത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പക്ഷേ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.